എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ വാദി ഷാബിലേക്ക് പോവാണ്. നമ്മൾ പഴയ ടീം തന്നെ, ഞങ്ങളുടെ ട്രിപ്പുകളിൽ 4ാമത്തെ മെമ്പേഴ്സൊക്കെ നമ്മുടെ ഹൈക്കേഴ്സും ടീമുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മീറ്റിംഗ് പോയിന്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കുറച്ച് ടീം മെമ്പേഴ്സൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ, അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അൽത്താഫ് ഷമീർ നമ്മുടെ ചായ പിടിക്കാൻ റെഡിയാണ്. We are so excited today to hike Wadi Shab. My name is Sam. My local name Ghalib Mirza. So today we're going to hike Wadi Shab. We enjoy water there and we meet new friends. Get some exercise, jumping the water also later. So we come back to Sinkhole and we take lunch and Yemeni food. Inshallah. Okay? Who is the one? Thank you. So he's the captain. ഗ്രൂപ്പ് അഡ്മിൻ. Group admin. ഈ കമ്പനിയുടെ 4ാമത്തെ ട്രിപ്പ് അമർനാഥ് ചുരം വഴി വാദി ഷാബിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 4ാമത്തെ യാത്ര. സമയം 5 മണിക്ക് പുറപ്പെട്ടല്ലടാ. 5 മണിക്ക് പുറപ്പെട്ട് നമ്മുടെ അമ്രാത്ത് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്പൽബർ അതീവ ശ്രദ്ധയോടെ വണ്ടി ഇടുകയാണ്. ഹൈ സ്പൽബർ, ഹൗ ആർ യു? അവസരമാണ് നമ്മള് റഫീഖിന് അവസരം കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പറയാം. അവന് ഇത് മാത്രമേ ഉള്ളൂ, അങ്ങനെ സ്നേഹമുണ്ടോ അവന്? അല്ല, എനിക്ക് എന്താ പറയാ, ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയാൽ മതിയില്ല. എന്തിനും നിങ്ങളെ പിടിച്ചിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകും. ഞാൻ 2 ക്യാമറ ഒക്കെ വെച്ച് ഞാൻ പടക്കുന്നുണ്ട്, പിന്നെ സ്വിച്ച് ചെയ്തിട്ടൊക്കെ. തേപ്പിട്ടൊന്നും കഴിഞ്ഞ ബ്ലോഗിൽ ഇട്ടില്ലല്ലോടാ. ഇടാനൊക്കെ വലിയ ഇതാണ്. നമ്മള് ഷൂ പോയിട്ടില്ല. അല്ല, ഷൂ ഇട്ടില്ല, അത് പറയണ്ടെന്ന് പറഞ്ഞില്ലേ. സൗണ്ട് ഒരു 1.5 സൗണ്ട് കേട്ടോ, രക്ഷയില്ലട്ടാ. ഏതിന്? റഫീഖിന്റെ സൗണ്ട് ശരിക്കും താങ്കൾ എത്ര വർഷമായി മസ്കറ്റില്? ഞാൻ 8 വർഷം കഴിഞ്ഞു. മസ്കറ്റിലെ റോഡുകളെ പറ്റി എന്താണ്? മസ്കറ്റ് റോഡുകളെ പറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, എൻ്റെ പൊന്നി, നമുക്ക് ലാവിഷായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഓടിക്കാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമുക്ക് എന്താ പറയുക, നാട്ടിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അതിന് സഫക്കേഷൻ നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവാം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര മനോഹരമായിട്ടുള്ള റോഡും ഇത്ര മനോഹരമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ട്രാഫിക്കും അതൊക്കെ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മഴ പെയ്യാത്തതിൻ്റെ ഒരു കാര്യമുണ്ട്. ഈ അമറാത്ത് ഏരിയയിലേക്കുള്ള നമ്മളെ പോകണം. മസ്കറ്റിനെക്കാട്ടി കൂടുതൽ മഴ പെയ്യുന്നത് നല്ല രീതിയിൽ റോഡ് നിൽക്കണ്ടല്ലോ. അല്ല, മഴക്കാലം അങ്ങനെ നമ്മളൊന്ന് പോയിന്റ് നിൽക്കാമെന്ന ഇവിടെ അന്താരാഷ്ട്ര റോഡിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴേ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായ റോഡാണ്. പിന്നെ എന്താ പറയണ അൽത്താഫ, ഓൾറെഡി ഷാജഹാൻ സാർ പറഞ്ഞു ഓൾറെഡി അതിനെക്കുറിച്ച് ഒരു വിശദീകരണം. ഈ സാറ് മറ്റേ സാറല്ലടാ. അപ്പോൾ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സൂചന അല്ലേ പ്രതീക? എന്തെങ്കിലും പറയണ്ട? അത് അപ്പുറത്ത് മനോഹരമായ പെബിൾ ബീച്ചാണ്, ഈ മലയുടെ അപ്പുറത്ത് അല്ലേ. ഈ വളവ് തിരിച്ചാൽ നമ്മള് വാദി ഷാബിലേക്ക് ഉള്ള എൻട്രൻസിലാണ് അല്ലേ.
അങ്ങോട്ട് കടക്കാൻ പോകണം. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാട്ടർ ബാഗ് മേടിച്ചിട്ടുണ്ട്. വാട്ടർ ബാഗ് ഉണ്ട്. വാട്ടർ ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ ഇതാക്കിയിട്ടുള്ളത്, പിന്നെ ഒരു ബോയ് എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാവരും ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുമ്പോൾ ഫോണകത്ത് ചെയ്യാം. നമ്മുടെ ഫ്രണ്ടാണ് ബിജുവായി, സ്ഥിരം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാണ്, സീനിയർ മെമ്പർ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഇത് വാദിഷാബ് വളരെ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ഒമാനിലെ. വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട്. എപ്പോഴും പറഞ്ഞ ഫാമിലി ആയിട്ടാണ്, എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും വീക്കെൻഡ് കിട്ടിയാൽ ഒരു മാക്സിമം എൻജോയ് ചെയ്യാം. ഇത് വൈഫ്, കുട്ടികൾ. ഭാവി താരങ്ങളാണ് അവരൊക്കെ. അപ്പൊ പതിവ് പോലെ നമ്മൾ വീണ്ടും ഈ ആഴ്ച ഹൈക്കിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് വാദിഷാബിലാണ്. ഫുൾ സെറ്റപ്പാണ്, ഫുൾ സെറ്റപ്പാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ. ചെറിയൊരു ബോട്ടിങ് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് എത്തണം. 1.5 മണിക്കൂർ നടക്കാനുണ്ട് അല്ലേ? Welcome to our group for the Wadi Shab. This is the place, like you have a good wadi. First you have to come to the way to the Sur. You will get a Wadi Shab, the place. From here you have to go by the boat. Then you have to cross till there. After the boatman will take you there, then he will drop you. From there you have to walk at least for 2 kilometers. Then you will get a pool, like a caves. From there, come, I will show you there next. Now translate Omani. للغرفة العربية بيضغط واحد. Okay. അപ്പോൾ ഞങ്ങൾ ക്രോസ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു അല്ലേ? വെള്ളമായിരുന്നു ഇവിടെ. 2 വർഷം ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. നല്ല ചൂട് ടൈമല്ലേ, അത് കാരണം വെള്ളമൊന്നുമില്ല.
എന്തെങ്കിലും പറയണോ? This we used to eat. ഞൊട്ടാഞ്ഞൊടിയാൻ, നാട്ടിലെ ഞൊട്ടാഞ്ഞൊടിയാൻ. We can eat this. ഞൊട്ടാഞ്ഞൊടിയാൻ. ഇന്നത്തെയും തമ്മിൽ വെള്ളം ഭയങ്കര വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ട്. തോന്നുന്നില്ല, വെള്ളം കുറവാണല്ലോ. കാരണം നല്ല ചൂടല്ലേ, പക്ഷെ നല്ല പൂൾ വാട്ടർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടത്തോടെ പോകുമ്പോഴേ, ടീമായിട്ട് പോകുമ്പോൾ രസമല്ലേ. അപ്പോൾ ഞങ്ങൾ അന്ന് പോയത് ഞങ്ങൾ 3 പേരാണ്. പക്ഷേ യാത്ര ചെയ്യാനായിട്ട് ഒരുവിധം ടയേർഡായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇല്ല, കാണുമോ? ഞാൻ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. വെള്ളത്തിലിറങ്ങി ഒരുപാട് ടയേർഡായോടോ. Who's there? Guys, hurry up! അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലെത്തി. എല്ലാവരും എൻജോയ് ചെയ്ത് തുടങ്ങി. ചൂടൊക്കെ മറന്നു. As I have said, we had come to the water. We walked almost 1.5 kilometers from the boat. Just we landed from the boat. So now we are in the first cave. We have to swim for 500 meters. Then again we have to walk. Then again we will get a pool over there. That we will show you the pool.
എന്ത് സീനറി മോനെ, മോനെ എന്താ സീനറി. നമ്മള് അന്ന് കാണാൻ പറ്റാണ്ടിരുന്ന, അതായത് 2 കൊല്ലം മുമ്പ് ഞങ്ങള് ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചു. പക്ഷെ ഞങ്ങൾ മുകളിൽ വരെ എത്തി, അത് അവിടെ വരെ എത്തി. ഞങ്ങൾ പേടിച്ചാകെ തിരിച്ചു പോയി. വെള്ളം കൂടുതല. എല്ലാരും കേവിലേക്ക് പോകാനുള്ള റെഡി ആയിക്കാണ്. ആ ഒരു ലോകം കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് കുറെ നാൾക്ക് ശേഷം കേവിലേക്ക് ഞങ്ങൾ മണ്ണ് വീശി വരുന്നു. സെൽഫി എടുക്കും മനുഷ്യന്മാരിവിടെ അപ്പൊ ഞങ്ങള് കേവിലേക്ക് ഇതാ ഒരുപാട് നാളത്തെ നീ അവിടെ പോയി അവിടെ ഫ്രെയിം രസം. ഇതിനുള്ളിൽ പോണം. അതാണ് ടാസ്ക്. ഞാൻ പറഞ്ഞില്ലേ അല്ലോ, ഇതാണ് ടാസ്ക്. ആ ഒരു മിനിറ്റ് എടാ കാണുന്നോട്ടാ. അറിയാമോ നമ്മളെങ്ങനെ വെയിറ്റ് ചെയ്താ. ഒരു മിനിറ്റ് ആവാ. അതിപ്പോ ഈ പറഞ്ഞ നമുക്ക് പോരാത്തില്ല. തെറ്റാക്കത്തില്ലാത്ത പോലെ തല താഴത്തെ കുറച്ച് ആ പറഞ്ഞ സൈഡ് പിടിച്ചോ. അങ്ങനെ നമ്മൾ ഫൈനൽ എത്തിയിരിക്കുകയാണ്. വെള്ളച്ചാട്ടം ഒമാന്റെ വാദി ഷാഫിനുള്ളിൽ ഇത്രയും മലകൾക്കിടയിൽ കൂടെ എത്തി ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ്. അത് നോക്കിയാൽ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് മസ്റ്റായിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടും ഭയങ്കര ടാസ്കുള്ള പരിപാടി ഉണ്ടാവും. ഭയങ്കര ടാസ്ക് ഭയങ്കര ടാസ്കാണ്. എനിക്കിതൊള്ളായിരുന്നു ഫോണിലാണ്. ശരിക്കും പറഞ്ഞില്ലേ വൺ ടാസ്ക് ശരിക്കും. അയ്യോ വല്ലാത്തൊരു അനുഭവമാണ്. ഇതിനുള്ളിൽ കയറാൻ പറ്റാത്തത് അവിടെ എത്തുമ്പോൾ ഒരു ആ സ്റ്റേജിൻ്റെ അവിടെ എത്തുമ്പോൾ പേടിയാവും. ശരിക്കും ഒരു കടക്കാൻ പറ്റാണ്ടേ ഒരു നമ്മളൊരു ഗുഹയ്ക്ക് കറന്നിട്ട് പിന്നെ ഒരു തുറക്കാൻ കാണില്ലേ അതുപോലെ ഇത് മുകളിലൊക്കെ ഉണ്ടാവും. അവന്മാരിങ്ങനെ കയറി നിൽക്കണ റെഫ്യൂജിലേക്ക് കയറാൻ ശ്രമിക്കും.
ക്യാമറയൊക്കെ പിടിച്ചിട്ട് ടാസ്ക് കേട്ടാ സത്യം പറഞ്ഞത്. ടാസ്ക് പോരാത്തിന് അവിടെ നിന്ന് വെള്ളം ഇതാവണമായിരുന്നു. നമുക്ക് ഇങ്ങനെ നീന്താനും പറ്റില്ല, ഇല്ലാത്തൊരു പാടാണ്. ഗുഹ പോലെ ദിവസം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോരണം. അതാ നമുക്ക് ജസ്റ്റ് തല കയറുള്ളൂ. നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധനം ഉണ്ടെങ്കിൽ തടയി നിൽക്കുന്ന പോലെ ഭയങ്കര പേടിയാവും ചെയ്യും എനിക്ക്. എനിക്കോ ഞാൻ കയറിയില്ല കേട്ടാ, കയറണം നോക്കണം പറ്റുമോ. Okay. പോന്നപ്പോ ടാസ്ക് ഇല്ല, അയ്യോ പോയപ്പോ ഭയങ്കര ടാസ്കായി. ഞാൻ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. എന്റെ പൊന്നെ ഒരു 200 മീറ്ററോളം ഇങ്ങനെ പോന്നപ്പോ കുഴപ്പമില്ല കേട്ടോ. പോകുമ്പോഴേ അങ്ങോട്ട് അവിടുത്തെ പ്രഷർ ഉണ്ടെന്ന് തോന്നേ. അവിടെ നിന്നുള്ള ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ള പ്രഷർ ഉണ്ടല്ലോ. എനിക്ക് പോയപ്പോ ഭയങ്കര ഒരു പേടിയും വന്നു. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ബ്രീത്ത് കിട്ടാത്ത പോലെ എനിക്ക് കാരണം കുറച്ച് വെയിറ്റ് ഉള്ളായിരുന്നു. അതില് പോവാൻ പറ്റുന്നുള്ളതില്ല. എങ്ങനെയുണ്ട് സൂപ്പറാണ്ട എല്ലാരും? അത് നമ്മ പോയതിന്റെ അത് പറയല്ല, എല്ലാരും കാണാനുള്ളതാണ്. കാരണം അക്കല്ല് വന്നിട്ട് എല്ലാരും പോയിട്ട് എല്ലാരും പറഞ്ഞാലും ഈ ഒരു ഏരിയക്ക് മിക്കവരും വരാറില്ല. പക്ഷെ വരുമ്പോ എന്താ വെച്ചാല് ലൈഫ് ജാക്കറ്റ് മസ്റ്റാണ്. നീന്തൽ അറിയുകയാണെങ്കിലും നമുക്ക് വരികയാണെങ്കിൽ ലൈഫ് ജാക്കറ്റ് കൊണ്ടുവരണം. മിക്കവർക്കും ഇഷ്ടമുള്ളവരതും കണ്ടമാനം. ഞാൻ പറയില്ലേ, ഒരു ഗെയിമിംഗ് ടാസ്ക് ഉള്ള പോലെയാണ് നമുക്ക്. അങ്ങനെ പറയും നാച്ചുറൽ പൂൾ. അപ്പൊ അവിടെ എത്തുമ്പോഴുണ്ടല്ലോ, ഇവിടെ എത്തുമ്പോ നമ്മ എന്താ പറയുക, ഒരു ടാസ്ക് പോലെയാണ് ശരിക്കും പറഞ്ഞ. ഒരു പേടി എനിക്ക് ചില ആൾക്കാർക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റും. കാരണം അവിടെ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ ഇടിക്കുന്ന കാരണം ഇങ്ങോട്ട് ഒരു കുത്തൊഴുക്ക് പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറാനൊരു ഇത് പാടും. പക്ഷെ ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ വളരെ സിമ്പിൾ ലളിതമായിട്ട് ഇങ്ങനെ പോരാൻ പറ്റി. വെള്ളച്ചാട്ടം പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? ഇത്രയൊന്നല്ലേ ഒരു വെള്ളച്ചാട്ടം അതിന്റെ ഉള്ളിലുണ്ടെന്ന് ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കൂല. വീഡിയോസിലും പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ് അല്ലേ? ഇത്രയും സൂപ്പർ വെള്ളം. മറ്റേ എക്സ്പീരിയൻസ് അതെ. Salam guys. Your name? Yeah, I'm Miriam. I'm a French traveler and I'm now in Muscat in Oman, and very nice to meet you guys. We are now in Wadi Shab and it's so amazing. We are in the fresh water. You know, it's fucking hot outside, but we enjoy the water. We enjoy to jump. You're going to become famous. Great experience all together to meet all you Indian friends. Really, so happy to meet you guys. Did you expect the same like this inside? Doctor. Yeah, this was a very fun experience. A lot of us were there and it was fun. Everyone should definitely try it. Habibi, come to Wadi Shab. And enjoy. How was your experience?
He's Omani, so first time he is also here. First time you are coming? Mashallah. So we are lucky. ജംബേ ഒന്നും കാണുന്നില്ല. ഓക്കെ ഒന്നും പറയാൻ പറ്റൂല. ഇതിനെ അറിയാം, നല്ല എക്സ്പീരിയൻസ് ഉള്ള. Yes, share the experience. Yeah, the experience was excellent. Actually, this is my first time to come here. I really enjoyed How many years you are in Oman? it. My time. Yeah, that's why. I'm a Omani, bro. Yeah, I know, but that's why. Maybe like 30 years. It's the first time means. Yeah, you also tell your experience. We all Your jumping experience, please. please come. I need to jump with in sinkhole on the top. Okay. This is my big experience. I need to do that. To do that one, You have maybe not today. done. I don't know. Yes. Okay. We are very thankful for arranging this group. I know. You and Sam, everybody. Yeah, and for this you need. Group. Because due to this group, we are enjoying. Yeah. It's the captain of the ship. Yeah. That's the shot One you of had. one of the captain. See, the people are coming. ടാസ്ക് ശക്തമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഭയങ്കര സ്ലിപ്പറി ഉണ്ട് ഇവിടെ. മോനെ ഇന്നിപ്പോൾ 11 മണി. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അനുഗ്രഹം തന്ന പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. അടിപൊളി ക്ലൈമറ്റ്, സൂപ്പർ ക്ലൈമറ്റ്. ഞങ്ങൾ തിരിച്ചു പോകണം. അടിപൊളി ക്ലൈമറ്റ് കിട്ടില്ല. മാഷാ അല്ലാഹ്, അല്ലാഹ് കബൂൽ ചെയ്യുമാറാട്ടെ. പോയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ ഇല്ല. Something you want to say? We are finished now. The hike and Wadi Shep, and we will go now to Sinkhole. Let's go. അതല്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അല്ലടാ, ഇപ്പോൾ ക്ലൈമറ്റും ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ ചൂട് കുറവാണ് കമ്പാരിറ്റീവ്ലി. അല്ലെങ്കിൽ ഈ ചൂടിൽ നമുക്ക് നടക്കാൻ പറ്റില്ല. വളരെ അങ്ങോട്ട് പോയപ്പോൾ ശരിക്കും ചൂടായിരുന്നു. പോയി കാലത്താണ് കുഴപ്പമില്ല. നല്ല എത്താനായി. നീ കൊണ്ടൊരു 5-10 മിനിറ്റ് മാക്സിമം. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ശരിക്കും പറയണമെങ്കിൽ. മറ്റേ ലാസ്റ്റ് ടൈം ഞങ്ങൾ ഒന്നിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ലൈഫ് ജാക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ അൽഹംദുലില്ലാ അത് നമുക്ക് പ്രാവശ്യം എല്ലാം സെറ്റപ്പായിട്ട് അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയായിരുന്നു. പ്രൊഫഷണൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് അവരായിട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ എല്ലാ ഐറ്റംസും അവർ ക്യാരി ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കൊണ്ട് പോകുന്നു. വെള്ളം കൊണ്ടുപോകും, പിന്നെ അതുപോലെ ലൈഫ് ജാക്കറ്റ് മെയിൻ. അതുകൊണ്ട് ഓക്കെ എൻജോയ് ചെയ്തു. അതുകൊണ്ട് ഗ്രൂപ്പിനൊപ്പം പോണതിൻ്റെ അതൊരു സന്തോഷം. പക്ഷേ ഗ്രൂപ്പിനൊപ്പം എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർ കുറേ പേര് വേറെ സിങ്ക് ഹോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇതേവരായിട്ട് പോയില്ല. സിങ്ക് ഹോളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടേക്കും കൂടി പോകാൻ പറ്റുമെന്ന് വിചാരിക്കണേ. അപ്പോൾ
അല്ല നമ്മൾ ലേറ്റ് ആയിട്ട് ഇറങ്ങിയത് കൊണ്ടാണ്. അതെ. അവിടെ നമ്മൾ അല്ല, അങ്ങോട്ട് പോ. അവരൊക്കെ ഇറങ്ങിയിട്ടും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായില്ല. ഞങ്ങൾ ലേറ്റ് ആയിട്ട് ഇറങ്ങി. പക്ഷേ ഇവിടെ നടക്കാൻ ഭയങ്കര ടയേർഡായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര ടയേർഡും. അല്ല സ്ട്രെച്ചിന് പോയി. ഞങ്ങള് ചെറിയ ചെറിയ ചാട്ടങ്ങളൊക്കെ ചാടി പതുക്കെ പോയി. അവിടെ പോയി കുറച്ച് നേരം കിടന്ന് അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വെയിലായാലും ഭയങ്കര ടയേർഡ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോഴേ. ഇപ്പൊ ശരിക്കും നല്ല അടിപൊളി ക്ലൈമറ്റ്, രക്ഷയില്ല. മാഷാ നല്ല ഭംഗിയാണ് ഇവിടെ. അത് സമ്മതിക്കണം. അതെ, ഇത്ര കണ്ടാലും കൃഷി ചെയ്യുന്നുണ്ട്. അതെ അതെ, ഇത്ര ഇത് പറഞ്ഞാലും മതിയാവില്ല ശരിക്കും പറഞ്ഞാൽ. ആൾക്കാർ പക്ഷെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. അതെ അതെ, ശരിക്കും ഫ്രൈഡേ ഇല്ല. ഓക്കെ, ഇല്ലല്ല. അല്ല ഇന്ന് ഇപ്പോഴും ആൾക്കാർ പുതിയ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും വെള്ളിയാഴ്ച വീക്കെൻഡ് കാരണം പതുക്കെ എണീച്ച് വന്ന് ഇപ്പം അതേ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സൂപ്പറാണ്. ഓരോരുത്തരായിട്ട് തിരിച്ച് കയറണം. തിരിച്ചെത്തി കരയിലെത്തിയിരിക്കുന്നുണ്ട്. سوبر هلا مشكور صديق. വാദിഷാപ്പ് വിജയകരമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ? അതെ അതെ, അതെ അതെ. നമുക്ക് എന്താ പറയാ, ഈ പ്രാവശ്യം അൽഹംദുലില്ലാ ഇപ്പൊ 2-3 പ്രാവശ്യമായി പോകുന്നത്. അപ്പൊ അതാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി അതിനോട് റിയാക്ട് ചെയ്ത് തുടങ്ങി എന്ന് തോന്നുന്നു. ഞാനെനിക്ക് അത്ര പോന്നപ്പോഴേക്ക് അത്ര പോയപ്പോൾ നല്ല ടയർഡ് ഉണ്ടായിരുന്നു. പോന്നപ്പോൾ എനിക്ക് അൽഹംദുലില്ലാ അത്ര ടയർഡ് തോന്നില്ല. പക്ഷെ ഓപ്പോസിറ്റ് റഫീഖിന് എന്താണെന്നറിയില്ല, ഭയങ്കര ടയർഡായിരുന്നു. ഇന്ന് മുതൽ നീ ഹൈക്കറാണ് പോലെ. ഹൈക്കർ ഷാജി ഹൈക്കർ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും പോകാൻ കഴിയുമെന്നുള്ളൊരു മാക്സിമം പോകാൻ നോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. വെള്ളിയാഴ്ച ജുമാ കാരണം നമ്മൾ ഇറങ്ങി. പക്ഷെ വെള്ളത്തിൽ ശരിക്കും എൻജോയ് ചെയ്തട്ടോ. കാലാവസ്ഥ നമുക്ക് അനുകൂലമായി. അതെ അതെ, കാലാവസ്ഥ ചൂട് കുറച്ച് കുറഞ്ഞുകൊണ്ട് നമുക്ക് ആ നേരത്ത് വരാൻ പറ്റി എളുപ്പം. എന്തായാലും എൻജോയ് ചെയ്ത്. هذا 10 ريال. هذا كامل. هذا 4 بليت. Separate, but let's say no, separate for take. سهل بس. Okay. Disposable. Okay. ഈ 6 ഗോൾഡ് പൂജിക്കണല്ലോ അവരപ്പ. അല്ലല്ല, ഒരേ